പാറുവേ ആ ഇവിടെ വന്നിരിക്കുന്നു. എത്ര നേരമായി ബാലു വെച്ചിട്ട്? അയ്യോ ഒരു 2 മിനിറ്റല്ലേ ലേറ്റ് ആയുള്ളൂ. കൂടെ ഡയലോഗ് അടിക്കരുത് കേട്ടോ. ചേച്ചി ഡയലോഗ് അടിക്കാതെ പാല് താഴെ വെക്ക്. ഞാൻ നിന്റെ ചേച്ചിയാണ്, അല്ലാതെ നീ അല്ല എന്റെ ചേച്ചി കേട്ടോ. എന്നാ പാല്. പാറു മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ അമ്മ പൂച്ചനെ കൊണ്ടേ കളയുന്നു പറയാൻ പറഞ്ഞു. ഞാൻ പഠിച്ചോളാം. അതുപോലെ തന്നെ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും പൂച്ചനെ കൊണ്ടേ കളയുന്നു പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞ? അങ്ങനെ ഞാൻ പറഞ്ഞിപ്പോ. ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കട്ടെന്ന് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. തുമ്പെ ശല്യപ്പെടുത്താതൊന്ന് പോവോ? ഓ ഞാൻ പോണു. ഫുള്ള് കുടിക്കണേ, നല്ലപോലെ പഠിക്കണേ. ഞാൻ പഠിച്ചോളാം. ഇല്ലേ എന്നെ വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും. ഞാൻ നല്ലപോലെ പഠിച്ചോളാം. ചേട്ടനെ എന്നെ പഠിപ്പിക്കുന്നത്. ചേച്ചിയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരക്കൂടും. സീരിയസ് ആയിട്ടല്ല, ചുമ്മാ വരക്കൂടും. നീ പറഞ്ഞ എന്ത് വേണേലും ഞാൻ കേൾക്കാം. ഇപ്പൊ ചേച്ചി അടുത്ത് വരക്കിടല്ലേ, അത്രയല്ലേ ഉള്ളൂ. കണ്ട കൊച്ചു പൂച്ചയിനോട് വർത്തമാനം പറയണ്. അങ്ങനെയല്ല, എന്തോ പൂച്ച ചോദിക്കുന്നത് ഉത്തരം പറയുന്നവരാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ലേറ്റ് ആക്കണ്ട, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പാറുവേ നീ ആരോടാ സംസാരിക്കണേ? ഞാൻ തുമ്പിയോട് സംസാരിക്കുന്നത്. അപ്പൊ തുമ്പി നിന്നോട് തിരിച്ച് സംസാരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ കണ്ടാ? അത് നിങ്ങൾ കണ്ടോന്ന് വെച്ചാ പൂച്ച എന്ത് ശരിക്കും സംസാരിക്കുവോ? ആന്നാ അങ്ങനെയാണെങ്കിൽ നീ പൂച്ച അടുത്ത് എന്തെങ്കിലും ചോദിച്ചേ സംസാരിക്കും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ചേച്ചി അടുത്ത് വരക്കിടല്ലെന്ന് തുമ്പി പറഞ്ഞു. തുമ്പി അത്രയൊക്കെ പറഞ്ഞാ? എന്നൊരു കാര്യം ചെയ്യ്, തുമ്പി എടുത്ത് എന്നെ ശിവാന്നൊന്ന് വിളിക്കാൻ പറ, ഞാൻ കേൾക്കട്ടെ. തുമ്പി ശിവാന്നൊന്ന് വിളിക്ക്. വിളിക്ക്. ഇത് വിളിക്കുന്നില്ലേ? അതെന്നെ പാട് നോക്കി പോണു. ഡേയ് പാറു, ഇവിടെ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വട്ടറുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ നിന്റെ കൂടെ പുതിയൊരു വട്ട് വേണ്ട. അത് നീ എന്താ എന്നെ നോക്കി പറയുന്നത്? അടേ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞാണ്. കോമൺ ആയിട്ട് പറയാന്ന് എല്ലാവരും നോക്കി പറഞ്ഞപ്പോ ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ അടികൂട്. അത് കൊച്ചിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? പാറു പാറു ഈ പട്ടിയും പൂച്ച ഒന്നും സംസാരിക്കൂല. തത്ത മൈന ഇവറ്റകളാണ് സംസാരിക്കുന്നത്. തുമ്പി എന്റെ അടുത്ത് സംസാരിക്കും. ഇത് കൈ വിട്ടുപോയി. ഇവിടെ ഞങ്ങളുടെ അടുത്ത് ആരും സംസാരിക്കുന്നില്ലല്ലോ. അത് സംസാരിക്കും. പൊന്നു കൊച്ചേ വെറുതെ ഓവറാക്കല്ലേ. ഇതിന് അമ്മ അച്ഛനും വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ലേ, തുമ്പി അവിടുന്ന് പറപ്പിക്കും. അത് തന്നെ, ഇത് ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഇതേപോലെ എന്തെങ്കിലും കണ്ടല്ല തുമ്പി ഔട്ട്. വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് വരും, തുമ്പി സംസാരിക്കുന്നൊക്കെ. ഞാൻ പിണക്കുവാ. നീ എന്താ അവരുടെ മുമ്പിൽ മിണ്ടാത്ത? മിണ്ടൂലേ? ഞാനും മിണ്ടൂല. പാറേ എന്ത് വഴക്കിട്ടിരിക്കുക? വഴക്കിട്ടിരിക്കുകയാണോ ഒന്ന്? ഒന്നുമില്ലമ്മ. ചേച്ചി ചേച്ചിട്ട് വഴക്ക് പറഞ്ഞ? ഒന്നുമില്ലമ്മ. ലച്ചേ ആ എന്താ അമ്മ? കൊച്ചിന് വഴക്ക് പറഞ്ഞ നീ? അമ്മ ഞാനത് അവളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ. അവ പറഞ്ഞെന്നുള്ളത് സത്യമാണ്. ഞാൻ വഴക്കായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ലച്ചി നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ. നിന്റെ പ്രായമല്ല ആ കൊച്ച്, ഞാൻ അതിനൊപ്പം വഴക്കിടാനായിട്ട്. അമ്മ ഞാൻ വഴക്കായിട്ട് പറഞ്ഞൊന്നുമില്ല. അതേ ഇവളുണ്ടായിരുന്നല്ലോ, ഇവളോട് ചോദിച്ചു നോക്ക്. വഴക്ക് പറഞ്ഞൊന്നുമില്ല. ബെസ്റ്റ് ടീമാ, രണ്ടും ഒരേ കണക്കല്ലേ. ആ എന്നാ ഞങ്ങളെ വിശ്വസിക്കണ്ട. കേശു ശിവാനി അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരോട് ചോദിച്ചോ. അത് തന്നെ. കേശുവേടാ വന്നേ. എടാ നമ്മള് പാറുവിനെ വഴക്കായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ അവളുടെ കയ്യിലിരിപ്പിന് രണ്ട് പറയണം കേട്ടാ. കയ്യിലിരിപ്പിന് പറയണോന്നാ? അപ്പൊ വഴക്ക് പറഞ്ഞെന്നുള്ള സത്യമാണ്. എന്താണ് അവളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം? അമ്മ അവളെ പൂച്ചയോട് സംസാരിക്കുന്നമ്മ. പൂച്ചയുടെ അടുത്ത് കൊച്ചു സംസാരിക്കുന്നതിനാണോ അതിൻ്റെ അടുത്ത് നീയൊക്കെ വഴക്കിടുന്നത്? അയ്യോ അങ്ങനെയല്ല തീരുമ്മ. പൂച്ചയുടെ അടുത്ത് അവള് വെറുതെ സംസാരിക്കുമല്ല, പൂച്ച അവളോട് സംസാരിക്കുന്നുണ്ടെന്ന് അവള് വിചാരിച്ചിട്ട് അവള് തിരിച്ചു മറുപടി പറയുക. പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ തോന്നും, അവരുടെ പ്രായത്തിന്റെയാ, അവരെ തോന്നലായിരിക്കും അതൊക്കെ. എന്റെ തോന്നലൊന്നും അല്ല, തുമ്പി എന്റെ അടുത്ത് സംസാരിക്കും. ഇപ്പൊ സന്തോഷായില്ലേ? അവള് ഭയങ്കര സീരിയസാ.